വെനസ്വേലയിലെ കാരക്കാസിൽ അന്നാട്ടിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രസിഡന്റിനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ് അറസ്റ്റ് ചെയ്ത് ഹെലികോപ്റ്ററിൽ കയറ്റി അതിനുശേഷം അവിടെ കാത്തു കിടന്നിരുന്ന കപ്പലിൽ കയറ്റി അമേരിക്കയിലേക്ക് കൊണ്ടുവരികയാണ്. അമേരിക്കയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി മഡ്യൂറോയ്ക്ക് സംഭവിക്കുന്നത് എന്തെന്ന് എല്ലാവർക്കും അറിയാം. സദ്ദാം ഹുസൈന് സംഭവിച്ചത് തന്നെയായിരിക്കും സംഭവിക്കുന്നത്. നേരത്തെ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ് ഇറാഖിന് നേരെ അവിടുത്തെ ബാത്തിസ്റ്റ് പാർട്ടിയുടെ നേതാവും അവിടുത്തെ ഭരണാധികാരിയുമായിട്ടുള്ള സദ്ദാം ഹുസൈനെ ഇതുപോലെ പിടിച്ചുകൊണ്ടുപോയി പേരിനൊരു വിചാരണ നടത്തി, ഏകപക്ഷീയമായ വിചാരണ നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയുണ്ടായി. ഇപ്പോൾ ഈ വെനസ്വേലയുടെ പ്രസിഡന്റിനെ, തെരഞ്ഞെടുത്ത പ്രസിഡന്റിനെ മഡ്യൂറോ എന്ന് പറയുന്നതിലൊരു ഇന്ത്യൻ വശം കൂടി ഉണ്ട് കേട്ടോ, അതുകൂടെ പറഞ്ഞേക്കാം. മധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ മധു എന്ന് പറഞ്ഞാൽ തേനുണ്ടാകുന്നതിന് മുമ്പുള്ള അസംസ്കൃത വസ്തു, പൂവിൽ നിന്ന് വണ്ടുകൾ എന്താണ് എടുക്കുന്നത് അതിനാണ് മധു എന്ന് പറയുന്നത്. ആ മധുവിൻ്റെ നെക്ടാർ എന്ന് ഇംഗ്ലീഷിൽ പറയും, തേനിന് ഹണി എന്നും പറയും. തേനല്ലാതെ തേനിന് മുമ്പുള്ളൊരു ആ മധു എന്നുള്ള വാക്കിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഈ മഡ്യൂറോ എന്നുള്ള വാക്ക്. ഇൻഡോ യൂറോപ്യൻ ഭാഷ സമുച്ചയത്തിൽ നിന്നിട്ട് ഉണ്ടായിട്ടുള്ള ഒരു വാക്കാണ് എന്ന് മാത്രമല്ല, ഈ മഡ്യൂറോയ്ക്ക് ഒരു ഇന്ത്യൻ കണക്ഷനും ഉണ്ട്, ആഴത്തിലൊരു ഇന്ത്യൻ കണക്ഷനാണ്. അതറിയുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വെനസ്വേല എന്ന് പറയുന്ന എണ്ണ നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള രാജ്യം, എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു രാജ്യവുമായിട്ടുള്ള വെനസ്വേല സായി ഭക്തന്മാരുടെ ഒരു നാട് കൂടിയാണ്. സത്യസായി ഭക്തന്മാരുടെ ക്ഷേത്രങ്ങളും പടങ്ങളും ധാരാളമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. അത്തരം ഒരു സായി ഭക്തനാണ് മഡ്യൂറോ സായി പുട്ടപർത്തിയിലെ സായി ആശ്രമത്തിൽ വന്ന് അദ്ദേഹത്തെ നേരിട്ട് കണ്ടായി, ഒന്നല്ല പലതവണ കാണുകയുണ്ടായി. അതുപോലെ തന്നെ സത്യസായി ബാബയുടെ ചരമ ജയന്തി ചടങ്ങുകളൊക്കെ പുട്ടപർത്തിയിൽ ആഘോഷിക്കുമ്പോൾ അദ്ദേഹം അത് അവിടെ ആഘോഷിക്കാറുണ്ട്. ഇപ്പം സത്യസായി ബാബ മരിച്ചപ്പോൾ നേരത്തെ അദ്ദേഹം അല്ലായിരുന്നു അന്ന് പ്രസിഡന്റ്, പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയം പാസാക്കി. അന്ന് ഇദ്ദേഹം വിദേശകാര്യമന്ത്രിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ് അത് നടന്നത്. അങ്ങനെ സത്യസായി ഭക്തനായിട്ടുള്ള ഒരു പ്രസിഡന്റിനെയാണ് അമേരിക്ക ഇപ്പോൾ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയിട്ട് കഴുത്തറക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുന്നത്, മറവ് മൃഗങ്ങളെ കൊണ്ടുപോയിരിക്കുന്നത് പോലെ. വെനസ്വേലയിൽ എന്ത് നടന്നുകൊള്ളട്ടെ, അവിടെ നടന്നത് തെരഞ്ഞെടുപ്പ് അഴിമതി നിറഞ്ഞതായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ ഈ അഴിമതി നിറഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അമേരിക്ക ഇതുപോലെ കപ്പലുമയച്ച് അവരുടെ എലീറ്റ് ഫോഴ്സായിട്ടുള്ള ഡെൽറ്റ ഫോഴ്സിനെ അയച്ച് പിടിച്ചു കെട്ടി ഭരണാധികാരികളെ കൊണ്ടുവരാനുണ്ടായിരുന്നെങ്കിൽ അമേരിക്കയുടെ ജയിലുകളിൽ നിറയെ അത്തരം ഭരണാധികാരികളാകുമായിരുന്നല്ലോ. ഏറ്റവും കൂടുതലുണ്ടാവുക പാകിസ്ഥാനിലെ ഭരണാധികാരികളാകുമായിരുന്നല്ലോ. ബംഗ്ലാദേശും മോശമല്ല, ആഫ്രിക്കയിലെ പല രാഷ്ട്രങ്ങളിലും ഭരണാധികാരികൾ വരണമായിരുന്നല്ലോ അവിടെ. എന്തുകൊണ്ട് വന്നില്ല? കാരണം അവിടെയെങ്ങും ഇതുപോലെ ആഴത്തിലുള്ള എണ്ണ നിക്ഷേപമില്ല. കണ്ണ് എണ്ണയിലാണ് ട്രംപിൻ്റെ, അതാണ് കാര്യം. ഇറാഖിലും അത് തന്നെയാണ് സംഭവിച്ചത്. ബുഷ് അദ്ദേഹത്തിൻ്റെ കണ്ണ് എണ്ണയിലായിരുന്നു. ഈ എണ്ണയിലെ കണ്ണ് വെക്കുന്ന അറബ് രാജ്യങ്ങളിലുണ്ടല്ലോ എണ്ണ ധാരാളമായിട്ട്, എന്താ അവിടെ കണ്ണ് വെക്കാത്ത, ഇതുപോലെ പിടിച്ചുകെട്ടൽ നടക്കാത്തത് എന്ന് ചോദിക്കാം, സ്വാഭാവികം. കാരണം അറബ് രാഷ്ട്രങ്ങളെല്ലാം അമേരിക്കയ്ക്ക് വിധേയരാണ്, വിധേയരാണ്. തിരുവായ്ക്ക് എതിർവായില്ല. അവർ പറയുന്നത് ഓച്ചാനിച്ച് നിന്ന് കേട്ടുകൊള്ളും, വിധേയന്മാരാണ്. വെനസ്വേലയുടെ പ്രസിഡന്റ് മഡ്യൂറോ എന്ന് പറയുന്ന ആള് അങ്ങനെയുള്ള ആളായിരുന്നില്ല. അദ്ദേഹം ആത്മവിശ്വാസവും അതുപോലെ ആത്മാഭിമാനവും ആത്മഗൗരവം എന്ന് പറയത്തില്ലേ, അതും നല്ലതുപോലെ ചേർന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ഇവൻ്റെ ഒന്നും മുമ്പിൽ തല കുനിക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല. ഇതുതന്നെയായിരുന്നു സദ്ദാം ഹുസൈൻ്റെയും വിധി വിപരീതമാവാൻ കാരണമാക്കിയത് അമേരിക്ക. അദ്ദേഹം ആകത്തൊഴുതുന്നത് സത്യസായി ബാബയെ മാത്രമാണ്. അങ്ങനെ ഒരു രാഷ്ട്രത്തിൽ കടന്നു കയറി ഇങ്ങനെ നടത്താൻ അമേരിക്കയ്ക്ക് എന്ത് അവകാശമെന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമായിട്ടിരിക്കെ തന്നെ അത് ലോകം ചോദിക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ പറഞ്ഞത് ഇത്
ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ രാഷ്ട്രങ്ങളും കൂടി ഇരുന്ന് തയ്യാറാക്കിയ അന്താരാഷ്ട്ര മര്യാദകളുടെ കടുത്ത ലംഘനം എന്ന് പറഞ്ഞാൽ അമേരിക്ക കാണിച്ചത് ശുദ്ധ മര്യാദകേട, എല്ലാവർക്കും അറിയാം. പക്ഷേ എല്ലാവരും പ്രതിഷേധിക്കുന്നതേ ഉള്ളൂ. ഒരു പടപ്പുറപ്പാട് ഉണ്ടാവുന്നില്ല. എന്താ കാര്യം? അമേരിക്കയോട് വെല്ലാൻ അല്പം പ്രയാസമാണ്. ഇത്രയും ആയുധശേഷിയും പ്രഹരശേഷിയും സാമ്പത്തിക ശേഷിയും മറ്റൊരു രാജ്യത്തിനുമില്ല. അതേസമയം വിയറ്റ്നാമിൽ നിന്നും അതുപോലെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഒക്കെ പഠിച്ച പാഠങ്ങൾ അമേരിക്ക മറന്നിരിക്കുന്നു. അമേരിക്കയുടെ ഓർമ്മ അരണയുടെ ഓർമ്മ പോലാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പാഠങ്ങളൊക്കെ പെട്ടെന്ന് മറന്നു. എന്ന് മാത്രമല്ല, പ്രസിഡൻഷ്യൽ ഓത്തിൽ എന്ന് പറയുന്ന പ്രസിഡൻറ്റിൻ്റെ സത്യപ്രതിജ്ഞയിൽ പറഞ്ഞ കാര്യങ്ങൾ പോലും ഡൊണാൾഡ് ട്രംപും മറന്നിരിക്കുകയാണ്. അതിൽ അദ്ദേഹം പറഞ്ഞത് ലോകം നന്നാക്കേണ്ട ബാധ്യതയൊന്നും അമേരിക്കയില്ല, അമേരിക്കയെ നന്നാക്കുക എന്നുള്ള ബാധ്യതയാണ്. ഒരു തരത്തിൽ അത് ശരിയാണ് കേട്ടോ. കാരണം ഈ പെട്രോളെല്ലാം ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ശ്രമം. അതിന് തടസ്സമായി നിന്ന മഡൂറയെ പുറത്താക്കിയതാണ്. മഡൂറ എന്താ ചെയ്തത്? ചൈനയ്ക്ക് പെട്രോൾ കൊടുക്കുമായിരുന്നു. ഈ സംഭവം നടക്കുന്ന ദിവസം ചൈനയുടെ അംബാസഡർ അവിടെ, ചൈനയുടെ പ്രതിനിധി അവിടെ സന്ദർശനം നടത്തിയ മഡൂറയെ സന്ദർശിച്ച അതേ ദിവസം തന്നെയാണ് ഇവരിത് ചെയ്തത്. കപ്പലുമായിട്ട് ചുറ്റും കവാത്ത് നടത്തുന്നുണ്ടായിരുന്നു ഇവർ. എന്ത് ചെയ്യുന്നു, ആര് ചെയ്യുന്നു, ഇതെല്ലാം അവർക്ക് കണ്ടുപിടിക്കാം. റഡാറിലൂടെ അവർ കാണുന്നുണ്ട്. സൂക്ഷ്മമായിട്ട് വെളിയിലിരുന്ന് മഡൂറോയുടെ പ്രൈവസിയിലേക്കും കടന്നുകൊണ്ട് തന്നെ ഇവർ നിരീക്ഷിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കൂടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഒരു മര്യാദയും ഇല്ലാത്ത നാണം കെട്ട പരിപാടി ആണ് അവർ നടത്തിയതെന്നുള്ള കാര്യത്തിൽ യാതൊരു ലോകരാഷ്ട്രങ്ങൾക്കല്ല, മനുഷ്യരായിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവർ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ അമേരിക്ക ഇതുപോലെ കാണിക്കുന്ന മനുഷ്യത്വരഹിതമായിട്ടുള്ള മര്യാദഘട്ട അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള നടപടികൾ നടത്തുമ്പോൾ അവിടെ പോയി ഈ ട്രംപിനെ ഇതുപോലെ പിടിച്ച് കെട്ടിക്കൊണ്ടുവന്ന് വിചാരണ ചെയ്യുക, തൂക്കിലേറ്റണമെങ്കിൽ തൂക്കിലേറ്റുക, അതാണ് ചെയ്യേണ്ട മര്യാദ. തിരിച്ചടി എന്ന് പറയുന്നത് ഐക്യരാഷ്ട്രസഭയെ കൊണ്ട് അതിന് കൊള്ളില്ല. അതുകൊണ്ടാണ് ഈ കടന്ന അമേരിക്ക ഇത്രമാത്രം അഹമ്മതിക്കുന്നത്. ഒരുതരം അഹമ്മതി. ആ അഹമ്മതിയാണ് അമേരിക്ക കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഇദ്ദേഹത്തെ പിടിച്ചു കെട്ടാൻ, തളച്ചു കെട്ടാൻ ആരുമില്ലെന്ന് പറഞ്ഞാൽ പൂച്ചയ്ക്ക് ആരും അണി കെട്ടുമെന്ന് പേടിച്ചിരിക്കുകയാണ് ലോകം. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യങ്ങളാകുന്ന എലികളെ ഓരോന്നായിട്ട് ഈ പൂച്ച, അമേരിക്ക എന്ന് പറയുന്ന മർജാരൻ കൊന്നു തിന്നുകൊണ്ടിരിക്കുക. മര്യാദകേടാണെന്നറിയാം, പക്ഷേ ആർക്കും കഴിവില്ല. റഷ്യ പ്രതിഷേധിക്കുന്നുണ്ട്, ചൈന പ്രതിഷേധിക്കുന്നുണ്ട്. ഇന്ത്യ പക്ഷേ ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ച് കണ്ടിട്ടില്ല. കാരണം ഇന്ത്യ അങ്ങനെ ഒരു നയം സ്വീകരിച്ചിരിക്കുക. വഴിയിൽ കിടക്കുന്ന പാമ്പിനെ എടുത്ത് മടിയിൽ വെച്ച് ഇല്ലാത്ത കുഴപ്പങ്ങളിലേക്ക് ഒക്കെ ചാടുന്ന പണ്ടത്തെ ആ നയമൊക്കെ മാറ്റിവെച്ചിട്ട് എടുത്തു ചാടി പ്രതികരിക്കാതെ സാവധാനം പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കുന്ന പക്വതയാർന്ന ഒരു സമീപനത്തിലേക്ക് ഇന്ത്യ മാറിയിരിക്കുകയാണ്. എന്തായാലും അമേരിക്ക ഈ ക്രൂരത ചെയ്തത് ഒരു തികച്ചും മതേതരനായ ഒരു ഭരണാധികാരിയോടാണ്. ഹിന്ദു ദൈവങ്ങളോട് പരമപുച്ഛമോ അല്ലെങ്കിൽ അമർഷമോ വിദ്വേഷമോ ഇല്ലാത്ത ഒരു ഭരണാധികാരിയായിരുന്നു. അത്തരം ഒരു ഭരണാധികാരിയാണ് ഇല്ലാതായത് എന്നതിൽ തീർച്ചയായിട്ടും ലോകത്തിലെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മതങ്ങളുടെയും തുല്യതയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണെന്ന് മാത്രമേ ഒരു ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള വശത്തു നിന്ന് പറയേണ്ടതുള്ളൂ. തീർച്ചയായിട്ടും ഇതിന് പകരം ചെയ്യേണ്ട കാര്യം ദൈവനീതി അനുസരിച്ചാണെങ്കിൽ, കാവ്യനീതി അനുസരിച്ചാണെങ്കിൽ ഇക്കാണിക്കുന്ന തെമ്മാടിത്തങ്ങൾക്ക് അമേരിക്കയ്ക്ക് കൊടുക്കേണ്ട ശിക്ഷ ഇതുപോലെ ആ രാജ്യത്തിന് ചുറ്റും കപ്പലുകൾ നിരത്തിക്കൊണ്ട് ഡെൽറ്റ പോലെ എലീറ്റായിട്ടുള്ള ഫോഴ്സുകളെ കൊണ്ട് അമേരിക്കയുടെ ക്യാപിറ്റോളിൽ ഹില്ലിൽ ഒളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വൈറ്റ് ഹൗസിൽ ഒളിച്ചിരിക്കുന്ന അവിടുത്തെ പ്രസിഡൻറ്റിനെ പിടിച്ചു കെട്ടിക്കൊണ്ട് വന്ന് ഇതുപോലെ പേരിനൊരു വിചാരണ നടത്തി തൂക്കിലേറ്റുക തന്നെയാണ് ചെയ്യേണ്ടത്. ഇത് കുറച്ച് കടന്നു പോകുന്നു, നമ്മുടെ ഈ പ്രസ്താവനകളിൽ മാത്രം ഒതുങ്ങുന്നു. ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നത് വളരെ ദുർബലമായ ഒരു സംഘടനകളാണ് ആയതുകൊണ്ടാണ് അതിന് കീഴിലിരിക്കുന്ന ഒരു രാജ്യം, അതിൻ്റെ സെക്യൂരിറ്റി കൗൺസിലിലുള്ള രാജ്യം ഇമാതിരി തോന്നിയാസങ്ങൾ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ
ആർക്കാണ് സംശയം? അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ദാം വിടാം, എന്നിട്ട് അടുത്ത് ഇടാം. ABC ന്യൂസിന് മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ടൊരു ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്. ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.